വിഗൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. SSLC സോഷ്യൽ സയൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഭാഗം, ആദ്യത്തെ പാർട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് നമ്മൾ എത്തിച്ചതാണ്. അതിന്റെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ SSLC +2 പരീക്ഷാ ഫലങ്ങൾ എന്ന് വരും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോയും നമ്മൾ ചെയ്തിരുന്നു. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രയാസമുള്ള ഹിസ്റ്ററി ചാപ്റ്ററായ കേരള ടുവേർഡ്സ് മോഡേണിറ്റി അഥവാ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന നമ്മളുടെ എട്ടാമത്തെ ഹിസ്റ്ററി ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, കമ്പൽസറി ആയിട്ട് നിർബന്ധമായും പഠിക്കേണ്ട ചാപ്റ്ററാണ് കേരള ടുവേർഡ്സ് മോഡേണിറ്റി. പക്ഷേ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസമുള്ള സബ്ജക്ട് ഏതാണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് കേരള ടുവേർഡ്സ് മോഡേണിറ്റി തന്നെയാണ്. അപ്പോൾ എന്തായാലും കേരള ടുവേർഡ്സ് മോഡേണിറ്റിയിൽ നിന്ന് എന്താണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കുകൾ അതിൽ നമ്മൾ കവർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കൃത്യമായി തന്നെ ഇത് പഠിക്കുക. അതോടൊപ്പം തന്നെ പഴയ പ്രീവിയസ് ആയിട്ടുള്ള കഴിഞ്ഞ വീഡിയോസും കൂടി കാണുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സംശയമുള്ള ഏതെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ഇതിന് താഴെ കമന്റായി രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് നമുക്ക് സോഷ്യൽ സയൻസിനെ മാച്ച് ദ ഫോളോയിങ് അടക്കം വൺ വേർഡ് അടക്കം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും കേരള ടുവേർഡ്സ് മോഡേണിറ്റിയിൽ നിന്ന് എന്ത് പഠിക്കണം എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്. കേരള ടുവേർഡ്സ് മോഡേണിറ്റിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലെങ്കിൽ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിനാണ് നിങ്ങളുടെ SSLC പരീക്ഷയ്ക്ക് ചോദ്യം വരിക. അപ്പോൾ 4 മാർക്കിന്റെ ഏതെങ്കിലും ഒരു ചോദ്യമായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക. നമ്മൾക്ക് മോഡലിന് ചോദിച്ചത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. അപ്പം എന്തായാലും ഗുരുവായൂർ സത്യാഗ്രഹ നമ്മൾ ഏകദേശം ഒരു 10-30ഓളം ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിലുണ്ട്. പക്ഷെ എല്ലാം കൂടി കവർ ചെയ്ത് പഠിക്കേണ്ടതായില്ല. നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയാൽ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ളത് ഗുരുവായൂർ സത്യാഗ്രഹം, അത് മോഡൽ എക്സാമിന് ചോദിച്ചു. ഇനി ഞാൻ പറയുന്ന ഈ ചോദ്യങ്ങൾ കൂടി നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഒന്നാമത്തത് പഴശ്ശി റിവോൾട്ടാണ്. നമ്മൾ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം അത് തന്നെയാണ്. പഴശ്ശി റിവോൾട്ട്, ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ നടത്തിയ പോരാട്ടങ്ങൾ, ഒരു 4-5 പോയിന്റ് അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചിരിക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പോൾ പഴശ്ശി റിവോൾട്ട് ഇതിൽ ഫോക്കസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരുവിതാംകൂറിലും കൊച്ചിയിലും പോരാടിയ 2 ഭരണാധികാരികൾ, ഒന്ന് വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും, അത് രണ്ടും കൂടി ഒറ്റ ടോപ്പിക്കായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യമായിട്ട് വേലുത്തമ്പി ആൻഡ് പാലിയത്തച്ഛൻ, ഇവരുടെ കോൺട്രിബ്യൂഷൻ കൂടി പഠിക്കുക. പിന്നീട് ഗുരുവായൂർ സത്യാഗ്രഹം ചോദിച്ചത് കൊണ്ട് തന്നെ വൈക്കം സത്യാഗ്രഹയ്ക്കുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. വൈക്കം സത്യാഗ്രഹം നമ്മൾ 1924 വൈക്കം സത്യാഗ്രഹ നേതാവ് TK മാധവനാണ്. ഇതിന് സോൾഡായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന ജാഥയായിരുന്നു സവർണ ജാഥ. ഓർഗനൈസ് ചെയ്തത് നമ്മുടെ മന്നത്ത് പത്മനാഭനാണ്. അതോടൊപ്പം തന്നെ ഇതിനെ തുടർന്ന് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ സഞ്ചരിക്കാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് അവകാശം ലഭിക്കുന്നു. ഇത്രയും മാത്രമേ ഉള്ളൂ വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം കൂടി നമ്മൾ പഠിക്കണം. അതോടൊപ്പം തന്നെ ചാന്നാർ റിവോൾട്ട് നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ടോപ്പിക്കാണ്. അതോടൊപ്പം തന്നെ മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, ഇത്രയും ടോപ്പിക്സ് ആണ് കേരള ടുവേർഡ്സ് മോഡേണിറ്റിയിൽ നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ടത്. അതിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പഴശ്ശി റിവോൾട്ടോ, അല്ലെങ്കിൽ വേലുത്തമ്പി ആൻഡ് പാലിയത്തച്ഛനോ, വൈക്കം സത്യാഗ്രഹം, ഈ 3 ചോദ്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും കേരള ടുവേർഡ്സ് മോഡേണിറ്റിയിൽ നിന്ന് ചോദിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത്രയും ചോദ്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ ഇത്രയും ചോദ്യങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക. ഒറ്റ ചോദ്യമേ ചോദിച്ചു, അത് 4 മാർക്കിന്റെ ചോദ്യമായിരിക്കും. ഗുരുവായൂർ സത്യാഗ്രഹം മോഡലിന് ചോദിച്ചതുകൊണ്ട് പബ്ലിക് എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഇത്രയും ചോദ്യങ്ങൾ ഫോക്കസ് ചെയ്ത്, ഇത്രയും നിങ്ങൾ എന്തായാലും പഠിക്കണം ഈ ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ ഇത്രയും പഠിച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പോകുക. ബാക്കിയുള്ള ചോദ്യങ്ങൾ, ബാക്കി കുറേ ചോദ്യങ്ങൾ അതിനകത്ത് ആറ്റിങ്ങൽ റിവോൾട്ട് തൊട്ട് ഇങ്ങോട്ട് കുറേ ചോദ്യങ്ങൾ പഠിക്കാനുണ്ട്. അതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകുക. ഏറ്റവും അധികം കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ ഈ പറയുന്ന ഇത്രയും ചോദ്യങ്ങളിലാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ബൈ.